കുറെ പൊട്ടിക്കരഞ്ഞും കുറെ പൊട്ടിച്ചിരിച്ചും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നല്ല അമൂല്യ നിമിഷം ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടോ. അച്ഛനമ്മമാരോ സിബ്ലിങ്സോ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം കേട്ടോ. കാരണം എൻ്റെ വിശ്വാസം സമയവും സന്ദർഭവും നമുക്ക് എന്ത് കൊടുത്താലും മേടിക്കാൻ പറ്റില്ല. ഇനി എന്താ നടന്നേന്ന് പറഞ്ഞുതരാം. രാവിലെ തന്നെ ഒരു ലോഡ് പേപ്പറും കയ്യിൽ കിട്ടിയ കുറെ ക്രയോൺസും പെൻസും ഒക്കെ എടുത്ത് ഞങ്ങൾ ഒരു സിബ്ലിങ്സ് ആൻഡ് പാരന്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഡേറ്റിന് പോയി. കാറിൽ കയറിയാലുള്ള എൻ്റെ അമ്മയുടെ സ്ഥിരം സ്വഭാവമാണ് ഈ കാണുന്നത്. പക്ഷെ സ്ഥലത്തുമ്പോൾ ഫുൾ ഓണാവും കേട്ടോ. വീട്ടിലൊന്നും ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാതെ പുറത്ത് എവിടെയും പോവാണ്ട് ബോറടിച്ചിരിക്കുന്ന ഇവരെ ഒന്ന് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി നല്ല പോലെ ഒന്ന് എൻഗേജ് ചെയ്യിപ്പിക്കാം. ഇതായിരുന്നു എൻ്റെ ഉദ്ദേശം. ആൻഡ് അതിനുവേണ്ടി ഞാൻ നല്ല പ്രിപ്പയർഡും ആയിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങൾ ഒരു മാച്ചാ ടീന്ന് സ്റ്റാർട്ട് ചെയ്തു. അച്ഛൻ അത് ടേസ്റ്റ് ചെയ്തിട്ടില്ല പോലും. എനിക്കിത് പണ്ടേ വലിയ പിടുത്തല്ല കേട്ടോ, കണ്ടാലറിയാലോ. പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓർഡർ ചെയ്തു. അച്ഛന് അസൈ ബൗളാണ് കേട്ടോ ഞാൻ പറഞ്ഞ. ഞാനിപ്പോൾ ഫുൾ അതിൻ്റെ പിന്നാലെയാണ് മക്കളെ. വീട്ടിൽ ഞാൻ ഇതിനേക്കാൾ സൂപ്പറായി ഉണ്ടാക്കും. ഭയങ്കര യമ്മി ആൻഡ് ദ ഹെൽത്തിയസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. റെസിപ്പി ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളുടെ പ്ലാനിലോട്ട് കടന്നു. എന്തായിരുന്നു അറിയോ, ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തായിരുന്നു. ലൈക്ക് മക്കളെ കുറിച്ചുള്ള അവരുടെ ഫസ്റ്റ് മെമ്മറി, പ്രൗഡസ്റ്റ് മൊമെന്റ് എന്നൊക്കെ. അതുവരെ എല്ലാം സൂപ്പർ ഫണ്ണായിരുന്നു കേട്ടോ. ടിൽ അച്ഛനും അമ്മയും അവരെ കുറിച്ച് എഴുതാൻ തുടങ്ങിയപ്പോ പിന്നെ കഥ ആകെ അങ്ങ് മാറി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ തന്നെ ഞാൻ കരഞ്ഞു തുടങ്ങി കേട്ടോ. ആ ക്വസ്റ്റ്യൻ എന്തായിരുന്നു അറിയോ? അച്ഛൻ ചെയ്ത എന്ത് സാക്രിഫൈസ് ആണ് അമ്മയ്ക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളത്? അമ്മ ചെയ്ത എന്ത് സാക്രിഫൈസ് ആണ്? ഓക്കെ, അച്ഛൻ്റെ അമ്മയുടെയും ജനറേഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഇവരുടെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ 100-ലും ഒരു 90% ചെയ്തിട്ടുള്ളത് സാക്രിഫൈസ് മാത്രമായിരിക്കും. ഇവരോടാണ് മക്കളെ പരസ്പരം ചെയ്ത സാക്രിഫൈസിനെ പറ്റി എഴുതാൻ ഞാൻ പറഞ്ഞ് കൊടുക്ക എനിക്കൊരു കൈയടി. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, രണ്ടുപേരും മനസ്സ് തുറന്ന് നല്ലപോലെ എഴുതിയിട്ടോ. ശേഷം എനിക്ക് വായിക്കാൻ തന്നു. എന്നിട്ട് ഞാൻ ആ വായിക്കുന്ന നേരത്തെ ഇവർ രണ്ടുപേരും അത് കേട്ടിരുന്നിരുന്ന ഒരു രീതിയുണ്ട്. ചിലപ്പോൾ സ്വയം മറന്നുപോയ കുറെ കാര്യങ്ങൾ എഴുതിയത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഇത്രയേറെ എന്നെ മനസ്സിലാക്കി ഒരാളാണല്ലോ എന്റെ പാർട്ട്ണർ എന്ന ചിന്തയാവാം. രണ്ടുപേരും നല്ല പോലെ ഇമോഷണൽ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ കാര്യം പറയണോ? സ്പെക്സിലെ കണ്ണുനീർത്തുള്ളികൾ തുടയ്ക്കുന്നതാ കാണുന്ന AKB. ഞാനും നല്ല മോങ്ങലായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ ചക്കുടുമാണി അച്ഛൻ്റെ അമ്മയുടെയും കഥയല്ലേ. പിന്നീടുള്ള ഓരോ ക്വസ്റ്റ്യൻസും അവർ ചോദിച്ചു വാങ്ങലായിരുന്നു കേട്ടോ. കാരണം കുറെ നാളുകൾക്ക് ശേഷം എൻ്റെ അച്ഛനമ്മ ഇങ്ങനെ മനസ്സ് തുറക്കുന്നതും എഴുതുന്നതും. സോ എല്ലാരും അച്ഛനമ്മമാർ കൂടി ഉണ്ടെങ്കിൽ അവരൊന്നിങ്ങനെ കൊണ്ടുപോകണം കേട്ടോ. കാരണം അവർക്കും കാണും ഒരു 30-40 കൊല്ലത്തിന്റെ കഥ മനസ്സ് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ.